ഹലോ എവരി വൺ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിനെ പറ്റിയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും സൗണ്ടിനെ കുറിച്ചാണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. എന്താണ് ആക്ച്വലി ഒരു വേവ് എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഓസിലേഷനെ കുറിച്ചും വൈബ്രേഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എത്ര ടൈപ്സ് ഓഫ് വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചാപ്റ്ററിൻ്റെ അവസാനം എക്കോ എന്താണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസും വരുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതും പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ക്ലാസ് കാണുന്നതിന് മുന്നേ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. എന്തൊക്കെയാണ് ആക്ച്വലി ആ ഒരു തിയറി പാർട്ട് ഒന്ന് ഓടിച്ച് നോക്കുക, കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കില്ല, മലയാളത്തിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളേതായ സെൻറ്റൻസിൽ എഴുതിയാൽ മതിയാവും. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാ തിയറി പാർട്സും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അത്ര ടഫായിട്ടുള്ള പോർഷൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ കുറച്ച് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആക്കുന്ന ടോപ്പിക്സ് എന്ന് വെച്ചാൽ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ അതായിരിക്കും കൂടുതലൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ പ്രോബ്ലംസിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാപ്റ്ററിലെ മെയിൻ ഇക്വേഷൻസ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ ഏതൊരു പാഠം ആയിക്കോട്ടെ, ആ പാഠത്തിൽ ഇപ്പം കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ള എന്താണ്, അത് ആ ഒരു ചാപ്റ്ററിൻ്റെ ഇക്വേഷൻസ് എന്ത് ചെയ്ത് വെക്കണം, ഒരു പേപ്പറിൽ എഴുതി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ള ഇക്വേഷനാണ് പീരീഡിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയും. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ടി ആണ്. സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. സോ നമുക്ക് ഓസിലേഷൻ്റെ കേസിലാണ് എന്ത് കണ്ടുപിടിക്കാനുള്ളത്, പീരീഡ് കണ്ടുപിടിക്കാനുള്ളത്. ഓസിലേഷൻ്റെ കേസിലായാലും വൈബ്രേഷൻ്റെ കേസിലായാലും ഇതേ ഇക്വേഷനാണ് യൂസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ടൈം പീരീഡ് ടി ഇസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, സിമ്പിളിൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ ടി ഇസിക്കൽ ടു സ്മോൾ ലെറ്റർ ടി ബൈ എന്നെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ടൈം പീരീഡ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആക്ച്വലി ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഈ ഒരു ഇക്വേഷനെ തലതിരിച്ചെഴുതിയാൽ നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ കിട്ടും, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കിട്ടും. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസി ഇസിക്കൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ എൻ ബൈ ടോട്ടൽ ടൈം ടേക്കൻ ആണ്. സോ നമുക്കിതിനെ ഇതുപോലെ ഇവിടെ എഴുതിയാൽ സ്മോൾ ലെറ്റർ എഫ് ഇസിക്കൽ ടു എൻ ബൈ ടി എന്ന് എഴുതാൻ പറ്റും. സോ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ആക്ച്വലി ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഫ്രീക്വൻസി തലതിരിച്ച് എഴുതിയാൽ നമുക്ക് ടൈം പീരീഡും കിട്ടും, ടൈം പീരീഡിന് തലതിരിച്ച് അതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് ഫ്രീക്വൻസിയും കിട്ടും. ഓക്കെ, സോ അതാണ് ആക്ച്വലി അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി, പീരീഡിൻ്റെയും ഫ്രീക്വൻസിയുടെയും റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഇസിക്കൽ ടു 1/t ആണ്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലും, നമുക്കതിനെ തിരിച്ചും പറയാൻ പറ്റുമല്ലോ. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ റെസിപ്രോക്കലാണ്, ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലാണെന്ന് പറയാൻ പറ്റും. സോ നിങ്ങൾ ആദ്യം പഠിക്കാനുള്ളത് ഈ ഒരു 3 ഇക്വേഷൻസും ഈ റിലേഷനുമാണ് മനസ്സിലാക്കി വെക്കാനുള്ളത്. സോ ആക്ച്വലി ടൈം പീരീഡിന് 2 ഇക്വേഷൻസ് പറയുന്നുണ്ട്. ടൈം പീരീഡ് ടി ഇസിക്കൽ ടു ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് പഠിച്ചു വയ്ക്കുക. ടൈം പീരീഡ് ടി ഇസിക്കൽ ടു 1/f പഠിച്ചു വയ്ക്കുക. അതുപോലെ ഫ്രീക്വൻസിക്ക് എഫ് ഇസിക്കൽ ടു എൻ ബൈ ടിയും ഫ്രീക്വൻസി ഇസിക്കൽ ടു 1/t, ഈ 2 ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഒരു വേവിൻ്റെ സ്പീഡ് എന്താണെന്നുള്ളത്. നമുക്കറിയാം നോർമലി സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ്, ഒരു വേവിൻ്റെ സഞ്ചരിച്ച ഡിസ്റ്റൻസും ആ സഞ്ചരിക്കാനെടുത്ത ടൈം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതലും ചോയ്സ് കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ഒരു വേവിൻ്റെ ഫ്രീക്വൻസിയും ആ വേവിൻ്റെ വേവ് ലെങ്തും തന്നിരുന്നാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ബി ഇസിക്കൽ ടു എഫ് ലാംഡ എന്ന് പറയുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സോ കൂടുതൽ കുട്ടികൾക്കും പ്രോബ്ലത്തിന് മാർക്ക് പോകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു എക്കോ വെച്ചിട്ടും റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ചിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ്. സോ നമുക്കറിയാം നോർമലി സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, ഡിസ്റ്റൻസ് ഇസിക്കൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതി കൂടെ. ഡിസ്റ്റൻസ് ഇസിക്കൽ ടു, നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റൻസിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അതിൻ്റെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണം. സോ ഡിസ്റ്റൻസിൻ്റെ കൂടെ ടൈം ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഡിവൈഡ് ചെയ്ത് ടൈമിനെ ഇസിക്കൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. സോ ഡിസ്റ്റൻസ് ഇസിക്കൽ ടു എന്തെന്ന് കിട്ടും, സ്പീഡ് ഇൻറ്റു ടൈം എന്ന് കിട്ടും.
ഓക്കെ, സോ അതാണ് ആക്ച്വലി ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡിസ്റ്റൻസ് ഇസിക്കൽ ടു സ്പീഡ് ഇൻ ടു ടൈം. പക്ഷേ എക്കോരെയും റിഫ്ലക്ഷനോ സൗണ്ടിൻ്റെയും കേസ് എടുക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അത് നല്ലതുപോലെ വായിച്ച് നോക്കുക. ഫുൾ ഡിസ്റ്റൻസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 1 സൈഡ് ഡിസ്റ്റൻസ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്കോയുടെ കേസിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തായാലും 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 സൈഡ് ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടിയ ഡിസ്റ്റൻസിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് മാത്രമേ എഴുതാവൂ. ഇപ്പം ഈ ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത സ്റ്റുഡൻസ് കാണും, അവർക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. സോ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം സൗണ്ട് വേവ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതിലൊരു 1 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആക്ച്വലി പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. സോ അത്രയും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ റെസൊണൻസ്. റെസൊണൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള റെസൊണൻസ് എന്താണെന്ന്. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദി ഫോഴ്സർ ഒബ്ജക്റ്റ് ആർ ഈക്വൽ. നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ ആ 2 ഒബ്ജക്റ്റും എന്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും, റെസൊണൻസിലാണെന്ന് പറയാൻ പറ്റും. മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ മലയാളത്തിൽ കാര്യം മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. നിങ്ങളെ സെൻറ്റൻസിൽ തന്നെ എഴുതി പഠിക്കുക. അങ്ങനെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നല്ല നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ്, ഒരു ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ആ 2 ഒബ്ജക്ട്സ് എന്തിലാണെന്ന് പറയാൻ പറ്റും, റെസൊണൻസിലാണെന്ന് പറയാൻ പറ്റും. ദ ഒബ്ജക്റ്റ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. റെസൊണൻസിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ എന്തിലായിരിക്കും, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. സോ എന്താണ് റെസൊണൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും ഈ 2 പോയിന്റ്സും എഴുതി വയ്ക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അതിൻ്റെ ബി പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗാൾട്ടൺ വിസിൽ. നമ്മൾ ഡോഗ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. അതിൽ നിന്നുണ്ടാവുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് സ്ഥിരം എക്സാമിന് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്നുണ്ടാകുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹെർട്സ് ആണ്, വിച്ച് ഈസ് ഇൻഓഡിബിൾ ടു ഹ്യൂമൻസ്. മനുഷ്യർക്ക് അത് കേൾക്കാൻ പറ്റില്ല. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യർക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനെക്കാട്ടിയും മുകളിലോട്ടുള്ള സൗണ്ട് ഫ്രീക്വൻസീസിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ ഫ്രീക്വൻസീസ് ഉള്ള സൗണ്ട്സിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് വേവ്സിനെ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് എന്നും. 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് വേവ്സിൻ്റെ സൗണ്ട് ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്ററായി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗാൾട്ടൺ വിസിലിലെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് 30,000 ഹെർട്സ് ആണ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ പാർട്ടും ബി പാർട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് എ വേവ് ഫോംഡ് ഇൻ എ സ്ലിങ്കി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ കൂടുതലും ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴും ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറുമ്പോൾ അതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോകുമ്പോഴും അവിടെ ആൾക്കാരെ വിൽക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് സ്ലിങ്കി എന്ന് പറയുന്നത്. ഈ സ്ലിങ്കിയിലൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ എന്ത് ടൈപ്പ് വേവ് ആണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ സ്ലിങ്കിയുടെ കാര്യം. ഒരു സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വേവ് നമുക്ക് മെയിനായിട്ട് 2 തരത്തിലുള്ള വേവ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ഓക്കെ, എന്തായാലും സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. കാരണം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കുറച്ച് ഇടുങ്ങിയ ഭാഗവും ഇവിടെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഭാഗവും കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ലൂസ് ആയിട്ടുള്ള വിച്ച് മീൻസ് പ്രഷർ കുറഞ്ഞ ആ ഒരു സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി റെയർ ഫാക്ഷൻസ് എന്ന് പറയുന്നത്. പ്രഷർ കൂടിയ ഈ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഇതും റെയർ ഫാക്ഷനാണ്, ഇതും കംപ്രഷനാണ്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് 2 കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള കംപ്രഷൻസിൻ്റെ നടുക്കെന്നുള്ള ലെന്തും തന്നിട്ടുണ്ട്. 7 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ത് ടൈപ്പ് വേവ് എന്നാണ്. സോ അതെന്ത് വേവാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്.
ഡസ് ദിസ് നീഡ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ? ഈ ഒരു വേവിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും മീഡിയം വേണം ഇതിന് സഞ്ചരിക്കാൻ വേണ്ടി. യെസ്, ഇറ്റ് നീഡ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ വേവിന് എക്സാമ്പിളാണ് സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ടിന് ഡെഫിനറ്റ് ആയിട്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം അത്യാവശ്യമാണ്. ഇപ്പോൾ എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഒരു മെറ്റൽ ആയിക്കോട്ടെ, ഇതിൽ കൂടെ എല്ലാം എന്ത് ചെയ്യും? സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മീഡിയത്തിൻ്റെ ആബ്സെൻസിൽ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്പേസിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണ്. ഇപ്പോൾ സ്പേസിൽ ഒരു ആറ്റം ബോംബ് കൊണ്ടിടുകയാണ്. ആറ്റം ബോംബ് എക്സ്പ്ലോഡ് ചെയ്താൽ തന്നെ ഒരു സൗണ്ട് പോലും അവിടെ ക്രിയേറ്റ് ചെയ്യത്തില്ല. കാരണം അവിടെ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊപ്പഗേഷൻ സംഭവിക്കത്തുമില്ല. സോ ലോഞ്ചിറ്റ്യൂഡൽ വേവിന് ഡെഫിനറ്റ് ആയിട്ട് എന്ത് വേണം? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം അത്യാവശ്യമാണ്. പക്ഷേ ട്രാൻസ്വേഴ്സ് വേവിന് അതല്ല, ഒരു മീഡിയം ആവശ്യമില്ല. ആക്ച്വലി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി മീഡിയത്തിന് ആവശ്യമില്ല. മീഡിയം ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് വേവ്? ഈ വേവിൻ്റെ വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോർമലി അറിയാം ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്നത്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുത്താൽ മെയിനായിട്ട് രണ്ട് പാർട്സ്, നമ്മളിപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ പറഞ്ഞ പോലെ ട്രാൻസ്വേഴ്സ് വേവിൽ വരുന്ന രണ്ട് മെയിൻ പാർട്സ് ആണ്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് പാർട്സ് റെയർ ഫാക്ഷൻസും കംപ്രഷൻസും ആണ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ക്രസ്റ്റും ട്രഫും ആണ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുന്നതിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സൈക്കിളിൻ്റെ ലെന്താണ് ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. ലോഞ്ചിറ്റ്യൂഡൽ വേവിലും ആക്ച്വലി ഇത് തന്നെയാണ്. നമ്മുടെ ടെസ്റ്റിലെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്തുള്ള കംപ്രഷനുകൾ തമ്മിലോ രണ്ട് അടുത്തടുത്തുള്ള റെയർ ഫാക്ഷൻസ് തമ്മിലോ ഉള്ള നീളത്തിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കംപ്രഷനും ഒരു റെയർ ഫാക്ഷനും കൂടെ ചേരുന്നതാണ് വേവ് ലെങ്ത് എന്ന് പറയാം. ഒരു കംപ്ലീറ്റ് സൈക്കിളാണ് ഒരു കംപ്രഷനും റെയർ ഫാക്ഷനും എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണെന്നാണ്. അപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് പേര് ആൻസർ എഴുതി കണ്ടിട്ടുണ്ട്. വേവ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ വേവ് ലെങ്തിൻ്റെ ഡെഫിനേഷൻ എഴുതി വെച്ചത്. ആക്ച്വലി അതല്ല ഇവിടെ ചോദിക്കുന്നത്. ഈ തന്നിരിക്കുന്ന വേവിൻ്റെ വേവ് ലെന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എത്താണ്? അടുത്തടുത്തുള്ള കംപ്രഷൻസ് തമ്മിലുള്ള ലെന്ത് അവിടെ കൊടുത്തിട്ടുണ്ട് 7 മീറ്റർ എന്ന്. സോ 7 മീറ്ററാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? വേവ് ലെന്ത് എന്ന് പറയുന്നത് 7 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് സി പാർട്ട് ക്വസ്റ്റ്യൻ. ഇത് കുറേ പേര് തെറ്റിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ദ വേവ് ഷോൺ ഇൻ ദ ഫിഗർ ടേക്ക് 2 seconds ടു റീച്ച് ഫ്രം ബി ടു എ. ബിന്ന് എയിലോട്ട് എത്താൻ ആ വേവ് എടുത്ത ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ്. ബിയിൽ നിന്ന് എയിലോട്ടാണ് ആ ഒരു വേവ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ആ ഒരു വേവ് സഞ്ചരിക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് വേവിൻ്റെ സ്പീഡ് എത്രയാണെന്ന്. നമുക്കറിയാം നോർമലി സ്പീഡ് ഓഫ് ദി വേവ് അല്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ ഈ ഒരു വേവിൻ്റെ ഇവിടെ ഉണ്ടായ വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു വേവ് സഞ്ചരിച്ച ദൂരം അവരിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബി തൊട്ട് എ വരെയാണ് സഞ്ചരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ബി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഈ ഒരു വേവിൻ്റെ വേവ് ലെന്താണ്, ദെൻ ടൈമും അറിയാം. സോ ഡിസ്റ്റൻസ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ഒരു വേവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഒരു റെയർ ഫ്രാക്ഷനും കംപ്രഷനും ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഒരു സൈക്കിളിൻ്റെ ലെന്ത് തന്നെയാണ് ഒരു വേവ് ലെന്ത് എന്ന് പറയുന്നത്. സോ ഇത് തൊട്ട് ഇതുവരെയുള്ള നീളം 7 മീറ്റർ ആണെന്ന് വിചാരിക്കുക. കാരണം നമുക്കറിയാം ഇത് തൊട്ട് ഇതുവരെയുള്ള നീളം 7 മീറ്റർ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ വേവ് ലെന്ത് നമുക്കറിയാം. സോ ഇത് തൊട്ട് ഇതുവരെയുള്ള നീളവും ആക്ച്വലി വേവ് ലെന്ത് തന്നെയാണ്. സോ അതെത്രയാണ്? 7 മീറ്റർ ആണ്. ഇതിനടുത്ത ഇതെടുത്താലോ, ഈ എയർ ഫാക്ഷനും കംപ്രഷനും തമ്മിലുള്ള നീളം എത്ര തന്നെയാണ്? 7 മീറ്റർ ആണ്. 7 മീറ്ററും 7 മീറ്ററുടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 14 മീറ്റർ. സോ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വേവ് ട്രാവൽ ചെയ്തത് ബിയിൽ നിന്ന് എയിലോട്ട്? 14 മീറ്റർ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 മീറ്റർ ആണ്.
സോ നമുക്ക് ഡിസ്റ്റൻസ് 14 മീറ്റർ എന്ന് കിട്ടി. ടൈം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 2 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബി ഇസിക്കൽ ടു ഡി ബൈ ടി ആണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ 14/2 എന്ന് പറയും. 14ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര കിട്ടും? 7 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ ആ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ SI യൂണിറ്റ് മസ്റ്റായിട്ടും കൊടുത്തിരിക്കും. അതിന് സെപ്പറേറ്റ് മാർക്കുണ്ട്. സോ യൂണിറ്റ് ഇടാതെ പോകരുത്. ഓക്കെ. സോ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ഇൻ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ഇൻ എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് 4 മീറ്റർ. ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അകത്തുള്ള 2 പാർട്ടിക്കിൾസ് എന്താണ്? സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിൽ ഇരിക്കുകയാണ്. ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ്, കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2 അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ് അത് സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലാണ് ഇരിക്കുന്നത്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ എന്ന് എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇഫ് എ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടേക്സ് 5 സെക്കൻഡ് ഫോർ 10 വൈബ്രേഷൻ, അതിൻ്റെ അകത്ത് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അകത്തുള്ളൊരു പാർട്ടിക്കിൾ 10 വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 5 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദിസ് വേവ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് ആണ് നമുക്കറിയാമെന്നുള്ളത്. ഒന്ന് സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ വേവ് v ഇസിക്കൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്ത് എന്നുള്ള 2 ഇക്വേഷൻസ് ആണ് നമുക്കറിയുന്നത്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വേവ് സഞ്ചരിച്ച ഡിസ്റ്റൻസും അറിഞ്ഞിരിക്കണം, ടൈമും അറിഞ്ഞിരിക്കണം. സോ വേവ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ ആക്ച്വലി വേവ് ലെന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ ടൈം മെഷർമെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ v ഇസിക്കൽ ടു f ലാംഡ ഇട്ട് ചെയ്യുകയാണെങ്കിൽ വേവ് ലെന്ത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്ര വൈബ്രേഷൻസ് കംപ്ലീറ്റ് ആക്കിയെന്നും കൊടുത്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് ഫ്രീക്വൻസി ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കണം. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഫ്രീക്വൻസി ഇസിക്കൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ f ഇസിക്കൽ ടു n/t എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ മൊത്തം എത്ര വൈബ്രേഷൻസ് ആണുള്ളത്? 10 വൈബ്രേഷൻസ് ആണുള്ളത്. സോ എന്നിൻ്റെ പകരം 10 കൊടുക്കുക. ഈ 10 വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുള്ളത്? 5 സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. സോ 5 സെക്കൻഡ് കൊടുക്കുക. 10/5 എത്ര ഹെഡ്സ് എന്ന് കിട്ടും? 2 ഹെഡ്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഫ്രീക്വൻസി കിട്ടിയെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ സ്പീഡ് ഓഫ് ദ വേവിൻ്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? v ഇസിക്കൽ ടു f ലാംഡ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഫ്രീക്വൻസി 2 ആണ്, ലാംഡ എത്രയാണ്? 4 ആണ്. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ഒരു വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി. വായിച്ച് നോക്കി കൺസെപ്റ്റ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എടുത്തെഴുതുക. എന്നിട്ട് ഏത് ഇക്വേഷനാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കൂടുതൽ തവണയും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ടു ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് എക്സാമിൽ തന്നിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് എഴുതണം. ഞാനിപ്പോൾ എടുത്ത് കൊടുത്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതിയിരിക്കുകയാണ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ 3 പ്രത്യേകതകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇപ്പം ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുകയാണെങ്കിൽ വേവിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങോട്ടാണ്. വേവ് ഇങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ പോകുന്ന വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ. വേവ് ഇങ്ങോട്ടാണ് പോകുന്നത്, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വിച്ച് മീൻസ് ആ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനും വേവിൻ്റെ പ്രൊപ്പഗേഷനും തമ്മിൽ എന്താണ്? 90 ഡിഗ്രിയാണുള്ള. വിച്ച് മീൻസ് ബോത്ത് ആർ പെർപെൻഡിക്കുലർ.
പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അകത്ത് മെയിനായിട്ടും വരുന്ന രണ്ട് ആൾക്കാരാണ് ക്രസ്റ്റും ട്രഫും. ഈ കുന്ന് പോലെ ഇരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്, ഈ കുഴിയാണ് എന്തെന്ന് പറയുന്നത് ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്രസ്റ്റും ട്രഫും ചേരുമ്പോഴാണ് ഒരു സൈക്കിൾ ഉണ്ടാകുന്നത്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, ആക്ച്വലി ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഓസിലേഷൻ ആണ്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓസിലേഷൻ ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. ഇവിടെ പ്രഷർ വേരിയേഷൻസ് എല്ലാം ഉണ്ടാകുന്നുണ്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ് പോലെ. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആക്ച്വലി പോകുന്നത് ഈ ഒരു ഫോമിലാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് പോകുന്നത്. സോ ഇവിടെ പ്രഷർ കുറഞ്ഞ ഏരിയ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റെയർ ഫാക്ഷൻസ് എന്ന് പറയുന്നത്. പ്രഷർ കൂടിയ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് ആക്ച്വലി ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ കേസിലാണ് പ്രഷർ വേരിയേഷൻസ് വരുന്നത്. ട്രാൻസ്വേഴ്സ് വേവിൽ എന്ത് വരുന്നില്ല? പ്രഷർ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യങ്ങളുള്ള ഈ മൂന്നെണ്ണം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ലോഞ്ചിറ്റ്യൂഡൽ കേസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേവ് പ്രോഗ്രഷൻ്റെ അകത്തുള്ള രണ്ട് മെയിൻ പാർട്സ് ആണ്. ഒന്ന് റെയർ ഫാക്ഷൻസും ഒന്ന് കംപ്രഷൻ എന്ന് പറയുന്നത്. റെയർ ഫാക്ഷൻസ് മീൻസ് പ്രഷർ കുറഞ്ഞ ഏരിയയും പ്രഷർ കൂടിയ ഏരിയയും വിളിക്കുന്ന പേരാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഇവിടെയുള്ള ഈ ഒരു വേവിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് വേവ് ഇങ്ങനെ പോകുന്നെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇങ്ങനെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വൈബ്രേറ്റ് ചെയ്യുമ്പം ഇതൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്താൽ ഈ രണ്ട് പേരും എന്തായിരിക്കും? പാരലായിരിക്കും. സോ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആകുമ്പോൾ കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ് ആർ ഫോംഡ്. ഈ ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവിലുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കംപ്രഷൻസും റെയർ ഫാക്ഷൻസും ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പ്രഷർ വേരിയേഷൻസ് ഓക്കേഴ്സ് ഇൻ ദിസ് മീഡിയം. ഈ ഒരു മീഡിയത്തിൻ്റെ അകത്ത് എന്തുണ്ടാവുന്നുണ്ട്? പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് റെയർ ഫാക്ഷനിൽ പ്രഷർ കുറവാണ്, കംപ്രഷനിൽ പ്രഷർ കൂടുതലാണ്. ഇതേപോലത്തെ പ്രഷർ വേരിയേഷൻസ് എവിടെ ഉണ്ടാവുന്നില്ല? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ഈ മൂന്ന് പോയിന്റ്സ് ആണ് നിങ്ങൾ എവിടെ മനസ്സിലാക്കാനുള്ളത്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ കേസിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഒബ്സർവ് ദ വേവ് ഫോം. ഈ വേവ് ഫോം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതെന്ത് വേവ് ആണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇതിൽ എത്ര സൈക്കിൾ വരുന്നുണ്ട്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇത് ഒന്നാമത്തെ സൈക്കിള്, ഇത് രണ്ടാമത്തെ സൈക്കിള്, ഇത് മൂന്നാമത്തെ സൈക്കിള്. 3 സൈക്കിൾസ് വരുന്നൊരു വേവ് ഫോമാണിത്. സോ ഇതിൻ്റെ വൈ ആക്സിസിലോട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇത്രയും വേവ് സഞ്ചരിച്ച് വന്ന ഇത്രയും ഡിസ്റ്റൻസ് 12 മീറ്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ വേവാണ്, എ എന്ന് പറയുന്ന വേവാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വേവും നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര സൈക്കിൾസ് വരുന്നുണ്ട്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നപ്പോൾ ഒരു സൈക്കിളായി 1 2 3 4 4 സൈക്കിൾസ് വന്നു. വിച്ച് മീൻസ് 4 തവണ ഇവിടെ ഓസിലേഷൻ നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, സോ ഇതാണ് ബി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ വേവ് വിത്ത് ലോവർ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കുറവുള്ള വേവ് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബി പാർട്ടിൻ്റെ ബി എന്ന് പറയുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു വേവിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഓസിലേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. ഓസിലേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓസിലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ പാർട്ടിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ ഡിസ്റ്റൻസ് ഇതല്ലേ? സോ ഇതല്ലേ ഏറ്റവും കൂടിയ ഡിസ്റ്റൻസ്? ഇത് ചെറുതാണ്, ഇതും അതിനെക്കാട്ടിയും ചെറുതാണ്, ഇതും അതിനെക്കാട്ടിയും ചെറുതാണ്, ഇതും അതിനെക്കാട്ടിയും ചെറുതാണ്. ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു പോർഷനിലാണ്. വിച്ച് മീൻസ് ഇതിൻ്റെ പീക്കിലെ ഇത്രയും ഡിസ്റ്റൻസിന് എന്ന് പറയുന്നത് ആ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അത് കൊടുത്തേക്കുന്നത് 0.03 സെൻറ്റിമീറ്റർ ആണ്.
സോ ബി പാർട്ടിൽ 0. അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വേവിൻ്റെ 0.03 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേസമയം ആദ്യം കാണിച്ച വേവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ്. സോ 0.1 ആണോ 0.03 ആണോ ഏറ്റവും ചെറുതെന്ന് പറയുന്നത്? 0.03 ആണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൻ്റെ ഏറ്റവും ലോവർ ആംപ്ലിറ്റ്യൂഡ് ഏതിനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി വേവിനാണ് ഏറ്റവും ചെറിയ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ബോത്ത് ദ വേവ്സ് എ ആൻഡ് ബി ടേക്ക് 12 സെക്കൻഡ് ടു റീച്ച് ക്യൂ ഫ്രം പി. പിയിൽ നിന്ന് ക്യൂവിലേക്ക് എത്താൻ വേണ്ടി ഈ രണ്ട് വേവ്സും എടുത്ത സമയം രണ്ട് വേവ്സിനും എടുത്ത സമയം ആക്ച്വലി ഈക്വൽ ആണ്, 12 സെക്കൻഡാണ്. ഓക്കെ, സോ രണ്ട് വേവ്സും പിയിൽ നിന്ന് ക്യൂവിലേക്ക് എത്താൻ എടുത്ത ടൈം 12 സെക്കൻഡാണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് കമ്പയർ ദ ഫ്രീക്വൻസി ഓഫ് ബോത്ത് വേവ്സ്. രണ്ട് വേവ്സിൻ്റെയും ഫ്രീക്വൻസി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ വേവിൻ്റെയും ഫ്രീക്വൻസി എടുത്ത് ചെയ്യാം. സോ ഫസ്റ്റ് വേവിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നില്ലെങ്കിൽ F=n/t ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F=1 പീരീഡ് ആണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ഇവിടെ പക്ഷേ ആക്ച്വലി നമ്മൾ നമ്പർ ഓഫ് സൈക്കിളാണ് എടുക്കാനുള്ളത്. നമ്മളപ്പം എ എന്ന് പറയുന്ന വേവിൻ്റെ അകത്ത് എത്ര സൈക്കിൾ ഉണ്ടെന്ന് നോക്കുക. എ എന്ന് പറയുന്ന വേവിൻ്റെ അകത്ത് ദാ ഒരു സൈക്കിൾ, രണ്ട് സൈക്കിൾ, രണ്ടാമത്തെ സൈക്കിൾ, മൂന്നാമത്തെ സൈക്കിൾ. സോ ഈ ഒരു വേവിൻ്റെ അകത്ത് മൊത്തം 3 സൈക്കിൾസ് ആണുള്ളത്. സൈക്കിൾസ് എന്ന് വെച്ചാൽ ഓസിലേഷൻ തന്നെയാണ്. സോ ഫ്രീക്വൻസി ഓഫ് ദി വേവ് എ = നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടൈം. എത്ര സൈക്കിൾസ് ഉണ്ട്? 3 സൈക്കിൾസ് ഉണ്ട്. ഈ 3 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 12 ആണ്. ഞാൻ പലരും ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഇതുവരെ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആൻസർ 4 എന്ന് എഴുതി വയ്ക്കും. കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. 3/12 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 3 എന്ന് പറഞ്ഞ സംഖ്യനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ്. സോ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ നിങ്ങൾ വെട്ടി ചെറുതാക്കാൻ നോക്കുക. ഓക്കെ, ഈ 3ഉം 12ഉം എന്ന് പറയുന്നത് 3ൻ്റെ ടേബിൾസിലുള്ള 2 ആൾക്കാരാണ്. സോ 3 കൊണ്ട് വെട്ടിയാൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, 3ൻ്റെ ടേബിളിൽ ഒരു 3. സോ ഇവിടെ 1 വന്നു. 4 3 12. സോ ഇവിടെ 4 വന്നു. സോ 1/4 നമുക്ക് കിട്ടും. 1/4 ഡെസിമലിലോട്ട് എഴുതിയാൽ നിങ്ങൾ 1/4 ഡെസിമലിലോട്ട് എഴുതിയാൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 0.25 ഹെഡ്സ് എന്ന് കിട്ടും. സോ അതാണ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേവിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം ആണ്. രണ്ടാമത്തെ വേവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ n കണ്ടുപിടിക്കണം. ഓക്കെ, n നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയാണ് ഉള്ളത്? ഇതാ ഒരു സൈക്കിള്, രണ്ടാമത്തെ സൈക്കിള്, മൂന്നാമത്തെ സൈക്കിള്, നാലാമത്തെ സൈക്കിൾ. മൊത്തം 4 സൈക്കിൾസ് ആണ് എവിടെ വരുന്നത്? രണ്ടാമത്തെ വേവിൽ വരുന്നത്. സോ നമ്പർ ഓഫ് സൈക്കിൾ 4. ആ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈം എത്രയാണ്? അതും 12 സെക്കൻഡ് തന്നെയാണ്. സോ 4ഉം 12ഉം 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് വരുന്ന ആൾക്കാരാണ്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? 1/3 എന്ന് വരും. ഡെസിമലാക്കി എഴുതിയുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ 0.33 ഹെഡ്സ് എന്ന് കിട്ടും. സോ ഈ രണ്ട് ഫ്രീക്വൻസിയും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഫ്രീക്വൻസി ബി അല്ലെങ്കിൽ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന വേവിൻ്റെ ഫ്രീക്വൻസി എന്തിനെക്കാട്ടിയും കൂടുതലാണ്? എ എന്ന് പറയുന്ന വേവിൻ്റെ ഫ്രീക്വൻസിക്കാട്ടിയും കൂടുതലാണ്. സോ അതാണ് കമ്പയർ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടിൻ്റെയും ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് ഏതാണ് ഗ്രേറ്റർ എന്ന് അല്ലെങ്കിൽ ഏതാണ് ലെസർ എന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ അതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി സി പാർട്ട് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ഈ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ്സ് ഓഫ് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, സ്പീഡ് ഓഫ് ദി വേവ്സ്. അപ്പം എ എന്ന് പറയുന്ന വേവിൻ്റെയും ബി എന്ന് പറയുന്ന വേവിൻ്റെയും സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്പീഡ് ഓഫ് ദ വേവ് നമുക്കറിയാം. സ്പീഡ് ഓഫ് ദ വേവ് ബി = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡിനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണ്. രണ്ടിനെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. സോ ഒന്നാമത്തെ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് VA = d/t. ടോട്ടൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 12 ആണ്. സഞ്ചരിക്കാനെടുത്ത ടൈം 12 ആണ്. അതെങ്ങനെയാണ് 12 ഡിസ്റ്റൻസ് കിട്ടിയത്? സോ ഇത് എ വേവ് ആണ്. എ വേവ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 12 മീറ്റർ എന്ന്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവരുടെ ഡിസ്റ്റൻസ് 12 ആയിട്ട് എടുത്തത്. ടൈം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
12 സെക്കൻഡാണ് എടുക്കുന്നത്. സോ 12/12 1 മീറ്റർ പെർ സെക്കൻഡാണ് ഒന്നാമത്തെ വേവിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സെയിം ഇക്വേഷൻ തന്നെ കൊടുക്കുക. ഗ്രാഫിൽ 24 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ 24/12 എത്ര കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ ദ ഫോളോയിങ്. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ഓഡിബിൾ ടു ഹ്യൂമൻസ് ഈസ് ഇൻ ബിറ്റ്വീൻ. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി മാത്രമേ ഹ്യൂമൻസിന് ഓഡിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ അത് എഴുതി വെക്കുക. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനിൽ ഗിവ് 4 യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചുകൂടെ ചോയ്സ് കണ്ടിട്ടുണ്ട്. അൾട്രാസോണിക് വേവ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 4 എണ്ണം തീർച്ചയായും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തിന് യൂസ് ചെയ്യാറുണ്ട്? കിഡ്നീസിലുള്ള ചെറിയ ചെറിയ സ്റ്റോൺസ് ക്രഷ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാറുണ്ട്? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫിസിയോതെറാപ്പിക്ക് യൂസ് ചെയ്യാറുണ്ട് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. ദെൻ ടു ടേക്ക് ഇമേജ്, നിങ്ങൾ കൂടുതൽ എക്സാമിന് ഫോട്ടോ എന്ന് എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോനെക്കാട്ടിയും കുറച്ചും കൂടി ആപ്റ്റ് ഇമേജ് എന്ന് എഴുതുന്നതാണ്. ഓക്കെ, ടു ടേക്ക് ഇമേജ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ചസ് കിഡ്നീസ്, ലിവർ, നമ്മൾ ഇന്റേണൽ ഓർഗൻസിൻ്റെയൊക്കെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ആക്ച്വലി നമ്മൾ എന്തിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാറുണ്ട്? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നാലാമത്താണ് ഇൻ ദ ഡിവൈസ് കാൾഡ് സോണാർ. സോണാർ എന്ന് പറയുന്ന ഡിവൈസിലും ആക്ച്വലി എന്താ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് അളക്കാനും ഷിപ്പിൽ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി സോണാറിൽ യൂസ് ചെയ്യുന്ന വേവ്സ് ആണ് അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. സോ 4 പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സി പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതാണ് ആക്ച്വലി എന്താണ് എക്കോ എന്ന് പറയുന്നത്. സോ എക്കോ എന്ന് പറയുന്നത് നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ആ ഉണ്ടാക്കിയ സൗണ്ട് ഒരു നിശ്ചിത ദൂരം പോയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് വരുമ്പോൾ കേൾക്കുന്ന ആ ഒരു സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ ഈസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദി റിഫ്ലക്ഷൻ ഓഫ് ദി ഇനിഷ്യൽ സൗണ്ട്. ആദ്യം ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ ആക്ച്വലി റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ കേൾക്കുന്ന സൗണ്ടിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, എക്കോ ഇസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദി റിഫ്ലക്ഷൻ ഓഫ് ദി ഇനിഷ്യൽ സൗണ്ട്. ഇനിഷ്യൽ സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ പിക്ചർ. എ ആൻഡ് ബി ആർ 2 വാൾസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ എ എന്നും ബി എന്നും പറഞ്ഞ 2 വോൾസുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 28 മീറ്റർ ആണ്. എ പേഴ്സൺ ക്ലാപ്സ് അറ്റ് എ പൊസിഷൻ മാർക്ക്ഡ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരാൾ ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫ്രം ദ വാൾ എ ടു എക്സ് ഈസ് 10.5 മീറ്റർ. ഓക്കെ, വാൾ എയിൽ നിന്ന് എക്സ് വരെയുള്ള ഡിസ്റ്റൻസും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10.5 മീറ്റർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ 2 വോള് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന വോളും ബി എന്ന് പറയുന്ന വാളും. എ എന്ന് പറയുന്ന വോളും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 28 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു പേഴ്സൺ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ക്ലാപ്പ് ചെയ്യുകയാണ്. എ ടു എക്സ് എത്ര നീളമെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10.5 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് വോൾ പ്രൊഡ്യൂസേഴ്സ് ദ ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഹേർഡ് ബൈ ദ പേഴ്സൺ. ഓക്കെ, ഇതിൽ ഏത് വോളിൽ തട്ടിയിട്ടായിരിക്കും എക്കോ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കോ ഉണ്ടാവാൻ ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. എത്രയാണ്? 17.5 മീറ്റർ. ഇപ്പോൾ 10.5 മീറ്റർ അല്ലേ ഉള്ളൂ. സോ ഈ വോളിൽ തട്ടി എന്തുണ്ടാവത്തില്ല? ആക്ച്വലി എക്കോ ഉണ്ടാവത്തില്ല. ദെൻ ഈ എക്സ് മുതൽ ഈ ബി വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയണം. അതിന് ചെയ്യാനുള്ള എന്താണ്? 28 നിന്ന് എന്ത് കുറയ്ക്കുക? 10.5 കുറയ്ക്കുക. 28 നിന്ന് 10.5 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 17.5 കിട്ടും. ഓക്കെ, സോ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 17.5 മീറ്റർ ആണ്. വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് എക്കോ. എക്കോ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് 17.5 മീറ്റർ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി വോൾ എയിൽ നിന്നായിരിക്കത്തില്ല എക്കോ ഉണ്ടാവുന്നത്. വോൾ എയിൽ തട്ടിയായിരിക്കത്തില്ല സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് എക്കോ ഉണ്ടാവുന്നത്. ബിയിൽ തട്ടിയായിരിക്കും. സോ ആൻസർ എന്തായിട്ടേ വരത്തുള്ളൂ? ബി ആയിട്ടേ വരത്തുള്ളൂ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ മച്ച് ടൈം വിൽ
ഇറ്റ് ടേക്ക് ടു ഹിയർ ദ ഫസ്റ്റ് എക്കോ ഓഫ് ദി ക്ലാപ്പ്. ക്ലാപ്പിൻ്റെ ഫസ്റ്റ് എക്കോ കേൾക്കാൻ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഇക്വേഷൻ ആണ് സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് മെയിനായിട്ടും ചെയ്യുന്നത്. സോ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ടൈമിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. സോ ടൈം മുകളിൽ പോകുന്നു, ഈ സ്പീഡിൻ്റെ ടൈം എന്ത് ചെയ്യുന്നു, താഴെ വരുന്നു. സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് വേവ് എന്നാകും ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. ഇതിൽ നമുക്ക് വേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ഈ സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സൗണ്ടിൻ്റെ സ്പീഡുമാണ് വേണ്ടത്. ഓക്കെ, സോ ഡിസ്റ്റൻസ്, ഈ സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17.5 മീറ്ററാണ്. ഈ എക്കോ, ഈ ക്ലാപ്പ് ഉണ്ടാക്കിയ ആൾ നിൽക്കുന്ന പൊസിഷനാണ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ബി എന്ന് പറയുന്ന വോള് വരെ മൊത്തം 17.5 മീറ്ററാണുള്ളത്. സോ ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി സൗണ്ട് ട്രാവൽ ചെയ്ത് ആദ്യം ഇങ്ങോട്ട് പോകും, 17.5 മീറ്റർ സഞ്ചരിക്കും. ഇതിൽ വന്ന് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് സൗണ്ട് ഉണ്ടാക്കിയ ആളെടുത്തോട്ട് തന്നെ പോകത്തില്ലേ, നല്ലത് എക്കോ ആവത്തുള്ളൂ. സോ ഇങ്ങോട്ടും 17.5 മീറ്റർ സൗണ്ട് ട്രാവൽ ചെയ്ത് തിരിച്ച് അയാളെടുത്തിട്ട് വന്നാൽ വീണ്ടും 17.5 മീറ്റർ ട്രാവൽ ചെയ്യും. സോ 17.5ഉം 17.5ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, 35 കിട്ടും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് വേവ് ഈസ് ആക്ച്വലി 35 മീറ്റർ. അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ദെൻ സൗണ്ട് വേവിൻ്റെ സ്പീഡ് എയറിൽ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 350 മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ള ടൈമാണ്. സ്പീഡ് ഓഫ് ദ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ദെൻ ടൈം മുകളിൽ പോയി സ്പീഡ് ഓഫ് ദ വേവ് താഴെ വന്നു. ടൈം ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് ദ വേവ്, ടി ഈസ് ഇക്വൽ ടു ടി ബൈ ബി. സോ ഡി എന്ന് പറയുന്നത് മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 ആണ്, സ്പീഡ് എന്ന് പറയുന്നത് 350 ആണ്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/10 എന്ന് കിട്ടും. താഴെ 10 വന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ കൊടുക്കുക. സോ ആൻസർ 0.1 സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ടൈം കണ്ടുപിടിച്ചത്. ഓക്കെ, കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് ആദ്യം നിങ്ങളെടുത്ത് എഴുതുക, എന്നിട്ട് കണക്ക് ചെയ്യാൻ നോക്കുക. സോ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, എ സോണാർ ഡിവൈസ് ഓൺ എ ഷിപ്പ് സെൻഡ്സ് എ സൗണ്ട് വേവ് ടു ദ സീ ഫ്ലോർ ആൻഡ് റിസീവ്സ് ദ എക്കോ 4 സെക്കൻഡ് ലേറ്റർ. ഇവിടെ ഒരു ഷിപ്പിലുള്ള സോണാർ എന്ത് ചെയ്യുകയാണ്, സീ ഫ്ലോറിലോട്ട് ഒരു സൗണ്ട് വേവ് സെൻഡ് ചെയ്യുകയാണ്. നമ്മളെ സോണാറിൽ എമിറ്റ് ചെയ്യുന്ന വേവ്സ് ഏതായിരുന്നു, അൾട്രാസോണിക് വേവ്സ് ആണ്. സോ സൗണ്ട് വേവ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സൗണ്ട് വേവ് എമിറ്റ് ചെയ്യുകയാണ്. അത് സീ ഫ്ലോറിൽ പോയി തട്ടി തിരിച്ച് എക്കോ, അതിൻ്റെ ആ ഒരു എക്കോ ആ ഒരു ഷിപ്പ് റിസീവ് ചെയ്യാനെടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ആ എക്കോ ഷിപ്പിലേക്ക് എത്താനെടുത്ത ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ് ഈസ് സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ് ഇൻ വാട്ടർ ഈസ് 1500 മീറ്റർ പെർ സെക്കൻഡ്. വാട്ടറിലെ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ദി സീ ദെയർ? ആ ഒരു ഷിപ്പ് ഉള്ള സ്ഥലത്തെ സീയുടെ ഡെപ്ത് എത്രയായിരിക്കും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയ നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഒരു ഷിപ്പുണ്ട്, ഷിപ്പിൽ നിന്ന് സൗണ്ട് വേവ് അങ്ങോട്ട് പോകുന്നു, സീ ഫ്ലോറിൽ തട്ടി എന്ത് ചെയ്യുന്നു, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എക്കോ എന്നും പഠിച്ചിട്ടുണ്ട്. സോ നോക്കടാ, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അതാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്, ഈ ഒരു സീയുടെ ഡെപ്ത് എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡി ആയിട്ട് എടുത്താൽ സീ ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡി തന്നെയല്ലേ. സോ മൊത്തം ഇവിടെ നിന്ന് വന്ന സൗണ്ട് ഇതിൽ തട്ടി ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി മൊത്തം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? അതിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആയ ഡിയും തിരിച്ചു പോകുമ്പോൾ ഉള്ള ഡിസ്റ്റൻസും ഡിയും കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ആ ഒരു സൗണ്ട് വേവ് ട്രാവൽ ചെയ്ത് 2D ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, 2D ആയിട്ട് എടുക്കുക. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് വരുന്ന ഒരു മെയിൻ ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത് സ്പീഡിൻ്റെ ഇക്വേഷൻ. സ്പീഡ് ഓഫ് ദ വേവ് v is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. സോ v is equal to ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എത്രയാണ്, 2D ആണ്. ടൈം എത്രയാണ്, ടൈം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 4 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്.
സോ ടൈം 4 സെക്കൻഡ് ആണ്. സോ നമുക്ക് ആദ്യം ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഇതിൽ ആക്ച്വലി 2D എന്നാണ് കിടക്കുന്നത്. നമുക്ക് D വെച്ചുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. നമുക്ക് 2D വേണ്ട, ഇവിടെ 2D ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഷിപ്പിൽ നിന്നും സീ ഫ്ലോറിലുള്ള ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. സോ എന്ത് ചെയ്യണം, നമ്മൾ അവസാനം ഈ കിട്ടിയ ഡിസ്റ്റൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടേ. സോ നമുക്ക് ചെയ്യാം. V = 2D/T നമുക്ക് കിട്ടി. ഈ 2D നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡിയുടെ മാത്രം ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി ഞാൻ ഈ 2D എന്ന് പറയുന്ന ടേം ഒറ്റയ്ക്ക് നിർത്തുകയാണ്. 2Dയുടെ കൂടെയുള്ള ടേംസിനെല്ലാം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. സോ 2D ഒറ്റയ്ക്ക് നിർത്തി. 2Dയുടെ കൂടെ T ഡിവൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ സ്പീഡിൻ്റെ കൂടെ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു, ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എനിക്ക് ഡിയുടെ ഇക്വേഷനാണ് വേണ്ടത്. സോ ഡിയുടെ കൂടെ നിലവിൽ ആരെ ഇൻറ്റു ചെയ്തിട്ടുണ്ട്, 2നെ ഇൻറ്റു ചെയ്തിട്ടുണ്ട്. 2 = 2ൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ, ഡിവൈഡ് ആവും. ഓക്കെ, സോ 2 = 2ൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ D = V × T/2 = 1500 × 4/2 എന്നാവും. 2ഉം 4ഉം ക്യാൻസൽ ആവും. ഇവിടെ 2 വരും. 1500 ഇരട്ടി എത്രയെന്ന് കിട്ടും, 3000 മീറ്റർ എന്ന് കിട്ടും. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വായിക്കുമ്പോൾ എന്തോ വലിയ ക്വസ്റ്റ്യൻ പോലെ തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടി. സോ 2 തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ 9ാമത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ് ഈസ് കാൾഡ്. സീസ്മിക് വേവിനെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സീസ്മിക് വേവ്സ് എന്നൊക്കെ പറയുന്നത് എന്ത് വേവ്സ് ആണ്, എർത്ത് വേവ്സ് ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ആണ് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് സീസ്മോളജി. വളരെ എളുപ്പമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ, അത് പഠിച്ച് വെച്ചേക്കുക. 2 തവണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, ദ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 1/10 സെക്കൻഡ് ആണ്. ഒരു സൗണ്ട് നമ്മളെ ഹിയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചെവിക്കകത്ത് ആ ഒരു സൗണ്ട് എത്ര നേരം നിലനിൽക്കും, 0.1 സെക്കൻഡ് നിലനിൽക്കും. അത് ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. സോ അതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 10ാമത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രോബ്ലമാണ്. ട്രാൻസ്വേഴ്സ് വേവ് റിലേറ്റഡ് ഉള്ള പ്രോബ്ലമാണ്. എ വേവ് ട്രാവൽഡ് ഫ്രം A to B. ഒരു വേവ് A നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്ത് വരികയാണ്. ട്രാവൽ ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ദെൻ ആ ഒരു വേവ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ എന്ത് ടൈപ്പ് വേവ് ആണ് തന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണെങ്കിൽ കംപ്രഷൻസും റെയർഫ്രാക്ഷൻസും വേണമായിരുന്നു. പക്ഷേ ഇവിടെ ക്രസ്റ്റും ട്രഫും വരുന്നത് കൊണ്ട് തന്നെ എന്ത് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഹൗ ഡസ് സ്പീഡ് ഓഫ് ദ വേവ് ബി ഫൗണ്ട് ബൈ റിലേറ്റിംഗ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഒരു വേവിൻ്റെ സ്പീഡും വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ഇക്വേഷൻ തന്നെ പഠിച്ചിട്ടുണ്ട്. വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി, ആ വേവിൻ്റെ ഫ്രീക്വൻസിയുടെയും ആ വേവിൻ്റെ വേവ് ലെങ്തിൻ്റെയും പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ V = എന്തെന്ന് എഴുതാൻ പറ്റും, F λ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് B പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. C പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ആ ഒരു ഇവിടെ ഉള്ള ട്രാൻസ്വേഴ്സ് വേവിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ സ്പീഡ് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് നമുക്കറിയാം. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമും ഉണ്ട്, സ്പീഡ് = ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്തും ഉണ്ട്. സോ ഇവിടെ നമുക്ക് V = F λ എന്ന് പറയുന്ന ഇക്വേഷനാണ് എടുക്കാനുള്ളത്. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എടുത്ത് കണ്ടുപിടിക്കണം. വേവ് ലെന്ത് 40 മീറ്റർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുത്താൽ നമുക്കറിയാം വേവ് ലെന്ത് എന്ന് പറയുന്നത് ഒരു സൈക്കിളിൻ്റെ ലെന്താണ്, അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും ട്രഫും കൂടെ ചേർക്കുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും ട്രഫും കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ലെന്തിനെയാണ് നമ്മൾ വേവ് ലെന്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള നീളമാണ് വേവ് ലെന്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ വേവ് ലെന്ത് നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടും, 40 മീറ്റർ എന്ന് കിട്ടും. സോ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഓസിലേഷന് പകരം നമ്പർ ഓഫ് സൈക്കിൾ എടുക്കുക. സോ ഫിഗറിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾ ഉണ്ടെന്ന് നോക്കുക. 1ാമത്തെ സൈക്കിള്, 2ാമത്തെ സൈക്കിള്. സോ മൊത്തം 2 സൈക്കിൾസ് ആണുള്ളത്. സോ 2 ടൈം 1 സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 1 സെക്കൻഡ്, 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 1 സെക്കൻഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഫ്രീക്വൻസി എന്തെന്ന് കിട്ടും, 2 ഹെർട്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ട്. വേവ് ലെങ്തും ക്വസ്റ്റ്യനിലുണ്ട്. സോ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F λ ആണ്.
സോ 2 × 40 = എത്ര കിട്ടും? 80 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആക്ച്വലി ഫ്രീക്വൻസി ഒന്നും ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ ഇട്ട് തന്നെ ചെയ്യാൻ പറ്റും. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. എത്ര ഡിസ്റ്റൻസ് ആണ് ഈ വേവ് സഞ്ചരിച്ചതെന്ന് ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കണം. സോ എ തൊട്ട് ബി വരെ മൊത്തം 80 മീറ്റർ ആണ് വേവ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. സോ ടൈം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡയറക്റ്റ് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ സ്പീഡ് B = d/t. 80/1 എത്ര കിട്ടും? 80 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതോ ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമുള്ള വരുന്നില്ല. എന്നാലും രണ്ട് മെത്തേഡും ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ. സോ 11ാമത്തെ ക്വസ്റ്റ്യനിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് അഡ്ജസൻറ്റ് റെയർഫാക്ഷൻ ഓഫ് എ സൗണ്ട് വേവ് ഈസ് 17.5 സെൻറ്റിമീറ്റർ. സോ അടുത്തടുത്തുള്ള ഒരു കംപ്രഷൻ്റെയും റെയർഫാക്ഷൻ്റെയും നീളം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17.5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ദിസ് വേവ് ടേക്ക് 2 seconds ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 1400 മീറ്റർ. 1400 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഈ വേവ് എടുത്ത ടൈം എത്രയാണ്? 2 സെക്കൻഡ് ആണെങ്കിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ്? ഈ വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് വിചാരിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ അകത്താണ് കംപ്രഷൻസും റെയർഫാക്ഷൻസും വരുന്നത്. സോ ഇത് കംപ്രഷൻ, ഇത് റെയർഫാക്ഷൻ. അടുത്തടുത്തുള്ള കംപ്രഷനും റെയർഫാക്ഷനും തമ്മിലുള്ള നീളം ഡിസ്റ്റൻസ് എത്രയും തന്നിട്ടുണ്ട്? 17.5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ. സോ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഒരു ഫുൾ കംപ്രഷനും റെയർഫാക്ഷനും ചേരുമ്പോഴേ എന്താകത്തുള്ളൂ? വേവിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ടെസ്റ്റിൽ പഠിച്ചതനുസരിച്ചാണെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസോ അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻസോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആക്ച്വലി എന്താണെന്ന് വിളിക്കുന്നത്? വേവിൽ നിന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഈ കംപ്രഷൻ്റെ പകുതി മുതൽ ഈ റെയർഫാക്ഷൻ്റെ പകുതി വരെ എത്രയും തന്നിട്ടുണ്ട്? 17.5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ലാംഡയുടെ പകുതി, വേവ് ലെങ്തിൻ്റെ പകുതിയല്ലേ തന്നിരിക്കുന്നത്? ഒരു ഇപ്പോൾ ഈ ഫുൾ കംപ്രഷൻ ഇവിടെ എടുക്കുന്നില്ല. ഈ കംപ്രഷൻ്റെ പകുതി മുതൽ ഈ റെയർഫാക്ഷൻ്റെ പകുതി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 17.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വേവ് ലെങ്തിൻ്റെ പകുതിയാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്, 17.5 സെൻറ്റിമീറ്റർ എന്ന്. സോ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? λ/2 = 17.5 സെൻറ്റിമീറ്റർ. സോ λ ഡിവൈഡ് ചെയ്ത 2 ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യണം. 2 × 17.5 എന്നാവും. 17.5ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 35 ആണ്. സോ 35 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ദെൻ സെൻറ്റിമീറ്റർ ലെന്തിൻ്റെ SI യൂണിറ്റ് അല്ലാത്തതുകൊണ്ട് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കാൻ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ആൻസർ 0.35 മീറ്റർ എന്ന് കിട്ടും. സോ ഇവിടെ 100ൽ 2 0 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി വേണം ഡെസിമൽ പോയിന്റ് കൊടുക്കാൻ വേണ്ടി. സോ 0.35 മീറ്റർ എന്നായിരിക്കും നമുക്ക് വേവ് ലെങ്ത് കിട്ടുന്നുണ്ടായിരിക്കുക. ബി പാർട്ട് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? വേവിൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് B = F ലാംഡയാണ്. നമുക്ക് ലാംഡ എന്താണെന്ന് അറിയാം. ദെൻ ബി ആക്ച്വലി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടി വരും. ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ V = സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 1400 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് 1400 ആണ്. എത്ര ടൈം എടുത്തിട്ടുണ്ട്? 2 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1400ൻ്റെ പകുതി എത്ര കിട്ടും? 700 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേവിൻ്റെ സ്പീഡ് എന്ന് കിട്ടി. സോ ഇത് കണ്ടുപിടിക്കാനുള്ള B എത്രയാണെന്ന് നമുക്ക് കിട്ടി. ദെൻ ഇനി കണ്ടുപിടിക്കാനുള്ളത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? V = F ലാംഡ അല്ലേ? അതിൽ നമുക്ക് ഫ്രീക്വൻസി ഇക്വേഷൻ ഡെറിവേറ്റീവ് എടുത്തൂടെ? F = എന്താവും? V/λ എന്നാവും. സോ F = V/λ = V 700. ലാംഡ എന്ന് പറയുന്നത് 0.35 മീറ്റർ ആണ്. സോ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ 2 സ്ഥാനം മാറ്റിയ പോയിന്റ് എടുത്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി 100 വെച്ച് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 700 × 100 നമുക്ക് 70,000 എന്ന് കിട്ടും. 70,000 / 35 2000 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ. സോ അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്യൂണിക് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256 ഹെർട്സ് ഈസ് എക്സൈറ്റഡ് ആൻഡ് ഇറ്റ്സ് സ്റ്റെം ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. 256 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിക് ഫോർക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്.
ദ ടേബിൾ വൈബ്രേറ്റഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് എ സൗണ്ട്. ടേബിൾ വൈബ്രേറ്റ് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 288 ഹെർട്സ് ഈസ് എക്സൈറ്റഡ് ആൻഡ് ഇറ്റ്സ് സ്റ്റെം ഈസ് പ്ലേസ്ഡ് ഓൺ ദ സെയിം ടേബിൾ. അപ്പോൾ നേരത്തെ എടുത്ത അതേ ടേബിളിൽ തന്നെ 288 ഹെഡ്സ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്? 288 തവണ ആ ഒരു 24 ഓസിലേറ്റ് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 288 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു 24നെ വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എവിടെ കൊണ്ടുവയ്ക്കുകയാണ്? അതേ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ദ ടേബിൾ ഗിവ് എ സൗണ്ട് ഓഫ് മാക്സിമം ലൗഡ്നെസ്. രണ്ടാമത്തെ കേസിൽ ടേബിളിൽ നിന്നുണ്ടായ സൗണ്ട് വളരെ വലുതാണ് ആസ് കമ്പയർഡ് ടു ദി ഫസ്റ്റ് വൺ. ആദ്യം ഉണ്ടായ സൗണ്ടിനെ കാട്ടിയും രണ്ടാമതുണ്ടായ സൗണ്ട് വളരെ വലുതാണ്. ഏത് വെച്ചപ്പോൾ? 288 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള 24 വെച്ചപ്പോൾ. ഇനി അതിൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ ഇൻ ദ ഫസ്റ്റ് കേസ്? ഒന്നാമത്തെ കേസിലെ ടേബിളിലെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എത്രയായിരുന്നു? അത് 256 ഹെഡ്സ് തന്നെയാണ്. ആ ഒരു 24ൻ്റെ അതേ ഫ്രീക്വൻസിയിലായിരിക്കും ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. 256 ഹെഡ്സ്. വെൻ ദ 24 ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ ഇറ്റ് ഫോഴ്സസ് ദ ടേബിൾ ടു വൈബ്രേറ്റ്. 24നെ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് 24 എന്ത് ചെയ്യും? 24 എത്ര ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതേ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. അണ്ടർ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് ദ ഫോഴ്സ്ഡ് ബോഡി ഓൾവേസ് വൈബ്രേറ്റ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സിങ് ബോഡി. ഫോഴ്സ് ചെയ്യുന്ന ബോഡിയുടെ ഫ്രീക്വൻസിയും ഫോഴ്സ് ചെയ്യപ്പെടുന്ന ബോഡിയുടെ ഫ്രീക്വൻസിയും തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ. ഇനി ബി പാർട്ട് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ? വാട്ട് ഡു യു തിങ്ക് സോ? എന്തായിരിക്കും നാച്ചുറൽ ഫ്രീക്വൻസി ഇവിടുത്തെ ടേബിളിൻ്റെ? തീർച്ചയായും 288 ഹെഡ്സ് ആയിരിക്കും ഇവിടുത്തെ ടേബിളിലെ നാച്ചുറൽ ഫ്രീക്വൻസി. 288 ഹെഡ്സ് ആയതുകൊണ്ടാണ് ആ ഒരു 24 വെച്ച് 288 ഹെഡ്സ് ഉള്ള ഫ്രീക്വൻസിയുള്ള 24 വെച്ച് ആ ടേബിളിൽ വെച്ച സമയത്ത് മാക്സിമം സൗണ്ട് നമുക്ക് കിട്ടിയത്. ദ പ്രോബ്ലം സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് 288 ഹെഡ്സ് ഈസ് യൂസ്ഡ് ദ ടേബിൾ പ്രൊഡ്യൂസസ് എ സൗണ്ട് ഓഫ് മാക്സിമം ലൗഡ്നെസ്. 288 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള 24 യൂസ് ചെയ്ത സമയത്ത് ടേബിളിൽ നിന്നുണ്ടായ മാക്സിമം ലൗഡ്നെസ് ഉണ്ടായി. ദ മാക്സിമം ലൗഡ്നെസ് ഒക്കേഴ്സ് ഡ്യൂറിങ് റെസൊണൻസ്. നമുക്കറിയാം മാക്സിമം ലൗഡ്നെസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? റെസൊണൻസിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് റെസൊണൻസിലാകുമ്പോൾ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്തുണ്ടായത്? മാക്സിമം ലൗഡ്നെസ് ഉണ്ടായത്. Which only happens when the frequency of the external forcing body exactly matches the natural frequency of the forced body. അതെന്താണെന്ന് വെച്ചാൽ റെസൊണൻസിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഒരു വസ്തു റെസൊണൻസിലായിരിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. സോ അതുകൊണ്ടാണ് സൗണ്ട് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. വിച്ച് മീൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദിസ് ടേബിൾ ഈസ് വാട്ട്? 288 ഹെഡ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ബി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. സോ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇതൊന്നും കാണാതെ പഠിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങളേതായ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് തന്നെയാണ് ആക്ച്വലി ടീച്ചർമാർക്കും വേണ്ടത്. ഒന്നും കാണാതെ പഠിച്ച് എഴുതാൻ നിൽക്കില്ല, മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, സോ വൈ വാസ് ദ സൗണ്ട് ഹെഡ് വിത്ത് മാക്സിമം ലൗഡ്നെസ് ഇൻ ദ സെക്കൻഡ് കേസ്? രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ടാണ് മാക്സിമം സൗണ്ട് ഉണ്ടായത്? അതിന് കാരണം റെസൊണൻസ് ആണ്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്ലേസ്ഡ് നിയർ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആൻഡ് മേഡ് ടു വൈബ്രേറ്റ്. ഒരു സ്ട്രെച്ച് ചെയ്ത സ്ട്രിങ്ങിൻ്റെ അടുത്ത് എന്ത് വെക്കാനായിട്ട്? ട്യൂണിംഗ് ഫോർക്ക് വെക്കാനായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ദ സ്ട്രിങ് സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആസ് എ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന എത്ര ഫ്രീക്വൻസിയിലാണോ അതേ ഫ്രീക്വൻസിയിൽ ആരും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സ്ട്രിങ്ങും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഗിവ് റീസൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണം ആക്ച്വലി എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഈ ഒരു സ്ട്രിങ്, ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ്റെ ഫോഴ്സ് കാരണം അത് ആരെയും കൂടെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ആ സ്ട്രിങ്ങിനെ കൂടെ വൈബ്രേറ്റ്. ഇവർ പരസ്പരം കോൺടാക്റ്റിലൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ട്യൂണിംഗ് ഫോക്കിന് ചുറ്റുമുള്ള എയർ മോളിക്യൂൾസും അതിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. സോ അതിൻ്റെ വൈബ്രേഷൻ കാരണം എന്തും വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സ്ട്രിങ്ങും കൂടി അതിൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യുകയാണ്. When the vibrating tuning fork is placed near the stretched string, the sound waves traveling through the air exert a periodic external force on the string. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതുമൂലം നമ്മൾ എയറിൽ കൂടി എന്ത് ട്രാവൽ ചെയ്യും? സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യും. ഈ സൗണ്ട് വേവ്സ് പീരിയോഡിക് ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തിന് കൊടുക്കും?
നമ്മുടെ സ്ട്രിങ്ങിൽ കൊടുക്കുകയും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ സ്ട്രിങ് ഈസ് കമ്പൽഡ് ടു വൈബ്രേറ്റ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ഒരു സ്ട്രിങ്ങിനെ ആക്ച്വലി എന്ത് ചെയ്യപ്പെടും? ഈ എക്സ്റ്റേണൽ ഫോഴ്സ് അതിനെ കമ്പൽ ചെയ്ത് അത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. വിച്ച് മീൻസ് ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന എന്ത് ഫ്രീക്വൻസിയിലാണോ അതേ ഫ്രീക്വൻസിയിൽ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. സോ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 kHz. ഒരു ബാറ്റിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഫ്രീക്വൻസിയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 120 kHz ആണ്. കിലോ മീൻസ് 1000 എന്നാണ്. സോ ഇവിടെ കിലോ ഹെഡ്സ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്തിലോട്ട് മാറ്റണം? ഹെഡ്സിലോട്ട് മാറ്റണം. ഹെഡ്സിലോട്ട് മാറ്റുമ്പോൾ ഈ 120 ഇൻറ്റു കിലോയ്ക്ക് പകരം 1000 മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഹെഡ്സിലോട്ട് മാറ്റാൻ പറ്റും. ഇഫ് സോ വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ? ആ ബാറ്റിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ മാക്സിമം വേവ് ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റിനൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. കൺസിഡർ സൗണ്ടിൻ്റെ സ്പീഡ് എത്രയാണ്? 350 m/s ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്ന വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. സ്പീഡും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ഇക്വേഷൻസ് ഇതാണ്. V = F λ ആണ്. സോ നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ള ആക്ച്വലി വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസി 120 kHz തന്നിട്ടുണ്ട്. അതിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? SI യൂണിറ്റായിട്ടുള്ള ഹെഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ 120 കിലോയ്ക്ക് പകരം, കിലോ എന്ന് വെച്ചാൽ 1000 എന്നാണ് അർത്ഥം. 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,20,000 ഹെഡ്സ് എന്ന് കിട്ടും. സോ സ്പീഡ് ഓഫ് ദ സൗണ്ട് കൊടുത്തിട്ടുണ്ട് 350 m/s ആണ്. സോ വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ നിന്നും വേവ് ലെന്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. സോ വേവ് ലെന്തിനെ ഒറ്റയ്ക്ക് നിർത്തുക. കൂടെയുള്ള ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. സോ V/F = 350/1,20,000 എന്ന് വരും. സോ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 0.0 V/F = 350/1,20,000 എന്ന് പറയും. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 0.0029 മീറ്റർ എന്നായിരിക്കും നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ, 2 ട്രാൻസ്വേഴ്സ് വേവ് തന്നിട്ടുണ്ട്. ദെൻ a graphic illustration of 2 waves traveling at a speed of 3.2 m/s is given. 2 വേവ്സിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 3.2 m/s ആണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി, പീരീഡ് ആൻഡ് വേവ് ലെന്ത്. ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ഈ 2 വേവ്സിൻ്റെയും ഫ്രീക്വൻസിയും പീരീഡും വേവ് ലെന്തുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വേവിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഈ ഒരു വേവിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ഫ്രീക്വൻസിയും പീരീഡും ടൈമും കണ്ടുപിടിക്കാം. സോ വേവ് എന്റെ ടൈം പീരീഡ് എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു വേവിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 8 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ടൈമാണ്. സോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 8 സെക്കൻഡാണ് എടുത്തിട്ടുണ്ടായിരിക്കുക. സോ ഇവിടെ ടൈം പീരീഡ് എത്ര കിട്ടും? 8 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി എത്രയാണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ടൈം പീരീഡ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ F = 1/T = എന്ന് കിട്ടും 1/8 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ 0.125 ഹെർട്സ് എന്ന് കിട്ടും ഫ്രീക്വൻസി. സോ ടൈം പീരീഡ് കിട്ടി, ഫ്രീക്വൻസി കിട്ടി. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് വേവ് ലെന്ത് എന്ന് പറയുന്നത്. വേവ് ലെന്ത് ലാംഡയാണ്. സോ വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റിയ ഇക്വേഷൻ എന്ന് പറയുന്നത് V = F ലാംഡയാണ്. ഇതിൽ നമുക്ക് സ്പീഡ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 3.2 m/s എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി വേണ്ടത് ഫ്രീക്വൻസി ആയിരുന്നു. ഫ്രീക്വൻസി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 0.125 ഹെർട്സ് എന്ന് കണ്ടുപിടിച്ചു. സോ ഇതിൽ നിന്നും ലാംഡയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. ലാംഡ = V/F എന്ന് വരും. V 3.2, ഫ്രീക്വൻസി 0.125 ആണ്. സോ ഇവിടെ പോയിന്റ് മാറ്റാൻ വേണ്ടി താഴത്തെ ഡിനോമിനേറ്ററിലെ ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് മാറ്റാൻ വേണ്ടി ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ് കൊടുത്തിരിക്കുന്നത്? 3 സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു?
1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, സോ 0.125 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 125 എന്ന് കിട്ടും, 125 എന്ന് കിട്ടും. സോ ഡിനോമിനേറ്ററിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 32 × 1000 32,000 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും? 3200 എന്ന് കിട്ടും. സോ 3200നെ 125 ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 25.6 എന്ന് കിട്ടും, 6 മീറ്റർ എന്ന് കിട്ടും. സോ ഇതാണ് വേവ് എന്റെ വേവ് ലെങ്ത്. ഓക്കെ, ഇനി വേവ് ബിയുടെ ടൈം പീരീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വേവ് ബിയുടെ ടൈം പീരീഡ് എന്ന് പറയുമ്പം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈം. സോ ഇതാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 1 സെക്കൻഡാണ് എടുത്തത്. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. ദെൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. F = 1/t = 1/1 എന്ന് വരും. ഫ്രീക്വൻസി 1 സെക്കൻഡ് അല്ല, 1 ഹെർട്സ് എന്ന് കിട്ടും. വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ നേരത്തെ ചെയ്ത പോലെ V = F ലാംഡ എടുക്കുക. ലാംഡ = V/F ആവും. V എന്ന് പറയുന്നത് 3.2, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആണ്. 3.2 ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3.2/1 എത്രയെന്ന് കിട്ടും? 3.2 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് വേവ് ലെങ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A wave has a frequency of 2 kHz and wavelength of 35 cm. How far does this wave travel in 0.5 second? ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 kHz ആ ഒരു വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 35 cm ആണെങ്കിൽ എത്ര ദൂരം ഈ വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റും? 0.5 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ഈ ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന ആൾക്കാർ എടുത്തെഴുതുക. ഫ്രീക്വൻസി 2 kHz ആണ് തന്നിരിക്കുന്നത്. അതിനെ ഹെഡ്സിലോട്ടാക്കുമ്പം 2നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2000 ഹെഡ്സ് എന്ന് കിട്ടും. ഇനി ലാംഡ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് 35 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്ററിൽ എന്തിൻ്റെ SI യൂണിറ്റിലല്ല, മീറ്ററാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. സെൻറ്റിമീറ്ററിൻ്റെ മീറ്ററിലോട്ടാക്കാൻ 100 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.35 എന്ന് കിട്ടും. ദെൻ ടൈം കൊടുത്തിട്ടുണ്ട്. 0.5 സെക്കൻഡ് കൊണ്ട് ആണ് എത്ര ദൂരം സഞ്ചരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്കറിയാം നോർമൽ ഇക്വേഷൻ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഡിസ്റ്റൻസിൻ്റെ ടേമിൽ ഇക്വേഷൻ ഫോം ചെയ്യുക. ഡിസ്റ്റൻസ് = വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സോ വെലോസിറ്റിയുടെ ടൈമിൽ നമുക്ക് ആക്ച്വലി വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലാസിക് ഇക്വേഷൻ ആണ് V = F ലാംഡ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2000 ഹെർട്സ് ആണ്. ഇൻറ്റു വേവ് ലെങ്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, 0.35. 2000 × 0.35 മൊത്തം 700 m/s കിട്ടും. ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം 35 × 2000 ചെയ്യുക. ഇവിടെ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. സോ നിങ്ങൾക്ക് എത്ര കിട്ടും? 700 m/s എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഇവിടെ V അറിയത്തില്ലായിരുന്നു, V നമ്മൾ കണ്ടുപിടിച്ചു. സോ V 700 × ടൈം എന്ന് പറയുന്നത് 0.5 സെക്കൻഡ്. സോ 700 × 0.5 സെക്കൻഡ് എന്ത് കിട്ടും? 350 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി, 700 × 1/2. സോ 700ൻ്റെ പകുതി എത്ര വരും? 350 എന്ന് വരും. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ട്രഫ് ഓഫ് എ ട്രാൻസ്വേർസ് വേവ് ഈസ് 2 മീറ്റർ. ഒരു ട്രാൻസ്വേർസ് വേവിൻ്റെ അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള നീളം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഇഫ് ഇറ്റ് സ്പീഡ് ഈസ് 20 m/s. ആ ഒരു വേവിൻ്റെ സ്പീഡ് 20 m/s ആണെങ്കിൽ ആ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ വേവ് ലെങ്ത് ക്വസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അഡ്ജസൻറ്റ് ട്രഫുകൾ തമ്മിലോ അഡ്ജസൻറ്റ് ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും തൊട്ടടുത്തുള്ള ഒരു ട്രഫും തമ്മിലുള്ള ആ ഒരു സൈക്കിളിൻ്റെ ലെന്തിനുമാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് ട്രഫുകൾ തമ്മിലുള്ള ദൂരം ഡയറക്റ്റ് ഇവിടെ 2 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ വേവ് ലെങ്ത് എത്രയെന്ന് എടുത്ത് എഴുതാം? 2 മീറ്റർ എന്ന് എടുത്ത് എഴുതാം. ദെൻ സ്പീഡ് ഓഫ് ദ വേവ് ഈസ് ആൾസോ ഗിവൺ. V എത്രയാണ്? 20 m/s എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയുന്ന ഫ്രീക്വൻസിയാണ്. സോ വേവ് ലെങ്തും Vയും വരുന്ന ഇക്വേഷൻ എന്താണ്? V = F ലാംഡയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും?
എഫ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രീക്വൻസി ഒറ്റയ്ക്ക് എഴുതുക, കൂടുതലുള്ള ആൾക്കാരെല്ലാം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുക. സോ എഫ് ഇൻറ്റു ലാംഡയെ ഇൻറ്റു ചെയ്ത ലാംഡ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ എന്ന് വരും. ബി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ എത്രയാണ്? 2 ആണ്. 20ൻ്റെ പകുതി 10 ഹെർട്സ് എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേ ദാറ്റ് പ്രൊഡ്യൂസസ് 50 ക്രസ്റ്റ് ആൻഡ് 50 ട്രഫ് ഇൻ 0.5 സെക്കൻഡ്? 0.5 സെക്കൻഡ് കൊണ്ട് 50 ക്രസ്റ്റുകളും 50 ട്രഫുകളും ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആവുന്ന പോലെ തോന്നും, പക്ഷേ അത്ര കൺഫ്യൂസിങ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എ സിംഗിൾ കംപ്ലീറ്റ് വേവ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 1 ക്രസ്റ്റ് ആണ് ഉണ്ടാകുക. നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ അകത്ത് ഒരു ക്രസ്റ്റും ഒരു ട്രഫുമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെ മൊത്തം എത്ര സൈക്കിളുണ്ട്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് മൊത്തം 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടെന്ന്. 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടെങ്കിൽ മൊത്തം എത്ര സൈക്കിൾ ഉണ്ടായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് n = എത്രയായിരിക്കും? 50 ആയിരിക്കും. ഈ 50 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുത്തെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 0.5 സെക്കൻഡ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ഓസിലേഷൻസിന് പകരം ഇവിടെ സൈക്കിൾസ് ഒന്നേ ഉള്ളൂ. നമ്പർ ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പോൾ ഓസിലേഷന് പകരം ഇവിടെ സൈക്കിൾ എടുക്കുക, നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 ബൈ 0.5 എന്ന് കിട്ടും. പോയിന്റ് മാറ്റാൻ വേണ്ടി മുകളിലും താഴെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ 500 ബൈ 5 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 100 ഹെർട്സ് എന്ന് കിട്ടും. സോ സിമ്പിൾ കണക്കാണ്. ഇത്രയാണ് നമ്മൾ സൗണ്ട് വേവ്സിലെ മെയിൻ ക്വസ്റ്റ്യൻസ്. പ്രോബ്ലമാറ്റിക് ആയ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.